ഹായ് ഫ്രണ്ട്സ്, അടുത്ത് നമുക്ക് വീണ്ടും മഴക്കാലം വരികയാണ്. അപ്പോൾ മഴ സീസണുമായിട്ടനുബന്ധിച്ച് സീസണൽ ട്രേഡുമാനുബന്ധിച്ച് അങ്ങനെയുള്ള കുറേ സ്റ്റോക്കുകളെ സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഫണ്ടമെൻ്റൽ അനലൈസ്, അതായത് സെയിൽസ് ഗ്രോത്ത്, ഇൻകം അല്ലേ, നമ്മൾ വരവും ചിലവും അല്ലേ, ചിലവ് കുറയണം വരവ് കൂടണം അല്ലേ, സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവണം, കടം അവിടെ ഡെപ്ത്ത് കുറഞ്ഞുകൊണ്ട് വരണം, അവരെവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള കമ്പനികളെ നല്ല കമ്പനികളെ സെലക്ട് ചെയ്ത് ഇതെങ്കിലും ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളെങ്കിലും നോക്കിയിട്ട് വർഷമുള്ള ഗ്രോത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വയ്ക്കുക. വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുക, സീസണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സീസൺ മഴ പെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എന്താണ് മഴക്കോട്ട് വാങ്ങും അല്ലേ, കുട വാങ്ങും, അങ്ങനെയുള്ള മഴ സമയത്തുള്ള ഫുഡിൻ്റെ ഐറ്റംസ് വേറെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അല്ലേ, അങ്ങനെയുള്ള സെലക്ട് ചെയ്യുക, പ്രൊഡക്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക, അടുത്ത് നമ്മൾ സെർച്ച് ചെയ്യുക ഇതേത് കമ്പനിയാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അങ്ങനെ കമ്പനി നോക്കിയിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ അനലൈസ് ചെയ്യുക, എന്നിട്ട് ചാർട്ട് അനലൈസ് ചെയ്യുക. അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ ഇവയെല്ലാം തരുമ്പോൾ തന്നെ നമ്മൾ അലർട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിലുള്ള അപ്പോഴുള്ള ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഏത് സെക്ടറിലേക്കാണ് അല്ലെങ്കിൽ ഏത് സ്റ്റോക്കിലേക്കാണ് എത്ര ശതമാനമാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, വയസ്സ് അനുസരിച്ച് മണി മാനേജ്മെൻറ്റ് ചെയ്യുക അല്ലേ. വയസ്സ് കുറവുള്ളവർ കുറച്ച് ചെറിയ സ്മാൾ ക്യാപ്പിലും അല്ലെ പെന്നി സ്റ്റോക്കിലും മിഡ് ക്യാപ്പിലും ഒക്കെ അതിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടാം. പക്ഷേ വയസ്സ് കൂടിയവർ അങ്ങനെയുള്ള ചെറിയ ഉറപ്പില്ലാത്ത അല്ലേ, തിരിച്ച് കിട്ടും എന്ന് ഉറപ്പില്ലാത്ത പെന്നി സ്റ്റോക്കുകൾ സ്മാൾ ക്യാപ്പ് ഫണ്ടുകളിലോ ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമ്മളെ വയസ്സും മാനേജ് ചെയ്യണം, മണിയും മാനേജ്മെൻറ്റ് ചെയ്യണം. പിന്നെ സ്റ്റോക്കുകൾ നമ്മളെ സീസണലായിട്ടുള്ള സെലക്ട് ചെയ്യണം. ഇത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ക്യാഷിനെ ഡിവൈഡ് ചെയ്ത് വെച്ച് വാച്ച് ലിസ്റ്റിൽ പ്രൊഡക്റ്റ് ആഡ് വെച്ചിട്ട് ഓരോ സീസൺ വരുമ്പോഴും അതിന് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, മാത്രവുമല്ല നിഫ്റ്റി ഇപ്പം കുറച്ച് ഹൈ കയറി പോകണം അല്ലേ, താഴെ പോയിട്ട് 22,000 സപ്പോർട്ട് എടുത്ത് കയറി പോകണം. അപ്പോൾ ഫസ്റ്റ് ഒരു സിങ്ങിൽ ഒരു ടാർഗറ്റ് ആവാം, ഒരു ചെറിയൊരു സിങ് റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ അല്ലെ റീടെസ്റ്റ് എന്ന രീതിയിലൊക്കെ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഏത് രീതിയിലാണെങ്കിലും സ്മാർട്ട് മണിയോ ITC ഏതിലാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾ അല്ലെങ്കിൽ അത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡിയായി തന്നെ അടുത്ത സിങ് ട്രേഡിലേക്ക് മാറിയിരിക്കുക. ഓക്കെ, താങ്ക് യു.